എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സവാള കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള 6 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ഒരു ഒഴിച്ചു കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ സവാള മൊത്തം സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇതളുകളൊക്കെ ഒന്ന് അടർത്തിയെടുക്കാം. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ചേർത്ത് കൊടുത്ത സവാള എണ്ണയിൽ കിടത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ആ സമയം അത്രയൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഇതേപോലെ നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്ത മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 10 കഷ്ണം മാങ്ങ പീസാണ്. നമ്മൾ കറിക്കൊക്കെ മാങ്ങ മുറിച്ച് വയ്ക്കത്തില്ലേ, ആ ഒരു വലുപ്പത്തിലുള്ള 10 കഷ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മാങ്ങയും സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ആ ഒരു രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പം കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ അരച്ച് ചേർക്കുന്നില്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. സവാളയും മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഈ ഒരു രീതിയിൽ ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കി കൊടുക്കണം. അപ്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, ആ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മൂടി വെച്ച് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം എന്താ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കിട്ടണം. ആ ഒരു സമയത്തേക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കറി പരുവായി വന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. സവാള കൊണ്ട് ഈ ഒരു കറി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് സവാള കൊണ്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതേപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം സവാള ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് ചെറിയ ചെറിയ പീസസായിട്ട് സ്ക്വയർ പീസസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. നമുക്ക് ഏത് രീതിയിലാണോ അങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നത് അതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതേപോലെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന 2 സവാളയും അരിഞ്ഞെടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയുടെ അളവാണ് പറയുന്നത്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 സവാളയും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തോരൻ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇതേപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞ ചട്ടിയിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം മുകൾ വശം ഒന്ന് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തതിന് ശേഷം ലേശം വെള്ളം, 1 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം
ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. സവാള ഒന്ന് ആവി കയറി കിട്ടിയാൽ മതിയാകും. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. സവാളയുടെ ആ ചെറിയ കരികരിപ്പൊക്കെ അതിൽ വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ. ഒരു 2 മിനിറ്റോളം മതിയാകും. അപ്പോഴേക്കും സവാള നന്നായി പരുവായി കിട്ടും. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ വെള്ളം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം തുറന്നിട്ട് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തൊഴിക്കുന്നുണ്ടെങ്കിൽ കടുക് വേണമെങ്കിലും വറുത്തൊഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. തോരനൊന്നും വെക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് സവാള കൊണ്ട് ഈ ഒരു തോരൻ വെച്ച് നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. വേറെ പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു തോരൻ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അടുത്തത് സവാള കൊണ്ടുള്ള അച്ചാറാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ. പിന്നീട് അതിനെ നമുക്കൊന്ന് വിടർത്തിയെടുക്കണം. ഈ ഒരു രീതിയിൽ ആ 2 സവാളയും മുറിച്ചെടുക്കാം. നമുക്ക് കറി വയ്ക്കാനൊക്കെ മടിയുള്ള സമയത്തോ അല്ലെങ്കിൽ കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ അത്യാവശ്യം കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ ഇതളുകളും ഇങ്ങനെ ഒന്ന് അടർത്തി മാറ്റിയെടുക്കാം. ഓരോന്നും ഇങ്ങനെ അടർത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. അത്യാവശ്യം വലിപ്പമുള്ള 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പോളം വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളി വേണം, എന്നാലേ ഇത് കൊള്ളാവും. അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുത്തോളൂ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 3-4 വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാല ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുക്കണം. ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ മൂപ്പിച്ച് നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കി ഉണങ്ങിയ എന്തെങ്കിലും പാത്രത്തിലേക്ക് ആക്കി കൊടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. ഇതിങ്ങനെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അത്യാവശ്യ ഘട്ടത്തിലേക്ക് നമുക്ക് കറികളൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഒരു പ്രാവശ്യമെങ്കിലും സവാള ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ വേറെ കറികളുടെ ഒന്നും ഒരാവശ്യവുമില്ല. അത്രയ്ക്കും ടേസ്റ്റാണ് സവാള ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സവാളയും മുളകും എല്ലാം കൂടി ചേർത്ത് തിരുമ്മിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. പിന്നീട് 6-7 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചതച്ചിടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇതുപോലെ നന്നായി ഒന്ന് കളർ മാറി ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ 10 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം.
വറ്റൽമുളകും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. വറ്റൽമുളക് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി 2-3 തണ്ട് കറിവേപ്പിലയും അത് എണ്ണയിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അത്രയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇത് മിക്സിയിലൊന്നും ഇടാതെ കൈ കൊണ്ട് തന്നെ ഇതേ രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിങ്ങനെ തിരുമ്മി എടുക്കുമ്പോഴൊക്കെ നല്ലൊരു മണമാണ്. എണ്ണയിലിട്ട് മൂപ്പിച്ച് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നത് കൊണ്ട് തന്നെ കൈ വെച്ച് തിരുമ്മി യോജിപ്പിക്കാനും എളുപ്പമാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കൈവച്ച് ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. സ്ക്വയർ പീസസ് ആണ്. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലേക്കിട്ട് കുതിർത്തിയെടുക്കാം. ഇനി സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും കൈകൊണ്ടെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ആദ്യമേ മുളകിൻ്റെ കൂടെ ഇട്ട് കൊടുക്കരുത്. മുളക് അപ്പോൾ സവാളയുടെ നനവ് കൊണ്ട് മുളക് ഉടയാൻ പാടായിരിക്കും. അതുകൊണ്ട് ആദ്യം എല്ലാം തിരുമ്മി യോജിപ്പിച്ചിട്ട് വേണം സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ രീതിയിലെല്ലാം നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുളിയും കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയുടെയും മുളകിൻ്റെയും ഒക്കെ കുറേശ്ശെയായിട്ട് കഷ്ണങ്ങളായിട്ട് കിടക്കുമ്പോഴാണ് നമുക്ക് ചോറിലിട്ട് ഇളക്കി തിന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതുകൂടെ കടിക്കാൻ കിട്ടുന്നത്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ നേരത്തെ വറുത്തതിൻ്റെ ബാലൻസ് എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള ഒരു മുളക് തിരുമ്മിയതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുറേ പേർക്ക് ഈ റെസിപ്പി അറിയാവുന്നതായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ചോറിൻ്റെ കൂടെയോ പുഴുക്കിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. ഈ മുളക് തിരുമ്മിയതുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒരു കറികളുടെയും ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എണ്ണയിൽ കിടന്ന് മൂത്ത് വന്ന വെളുത്തുള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ സ്വാദ് അപാരം തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ മുളക് തിരുമ്മിയത്. കറി വയ്ക്കാനൊക്കെ മടിയുള്ള സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് സവാളയും തൈരും കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക്. അത് സ്ക്വയർ പീസസ് ആയിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നടുവിലൂടെ ഒന്ന് കീറിയതിന് ശേഷം ഇതേപോലെ വലിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നും ഇതളുകളായിട്ട് അടർത്തി മാറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് കറി വയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാം ഇതളുകളായിട്ട് അടർത്തിയെടുക്കാം. ഇത്രയും വലിപ്പത്തിൽ വേണം ഈ സവാള കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. അപ്പോൾ ഒരുപാട് പുളിയില്ലാത്ത തൈര് നോക്കി വേണം എടുക്കാൻ. ഇത് 1/2 കപ്പ് തൈര് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പുളി ഇല്ലാത്ത തൈര് നോക്കി, ഒരുപാട് പുളിയില്ലാത്ത തൈര് നോക്കി വേണം എടുക്കാൻ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഈ തൈരിനെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ തൈരിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉലുവയും കടുകും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം വളരെ കുറച്ച് മാത്രം മതിയാകും. ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്. ഇനിയിപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1-2 വറ്റൽമുളക് ഇതേപോലെ മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അരികെ ഇതേപോലെ പിളർന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് ഉൾഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇപ്പം പച്ചമുളക് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെയും കൂടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം.
അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിൽ കിടന്ന് സവാള നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ തൈരിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും സവാളയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരുപാട് സവാള വെന്ത് പോകരുത്. സവാളയുടെ ആ കരികരിപ്പ് വേണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇതാ വീണ്ടും മൂടി തുറന്നതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തൈര് ആ ചട്ടിയുടെ ചൂട് മാത്രം മതിയാകും ചൂടായി കിട്ടാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തൈരും സവാളയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. ഈ ഒരു രീതിയിൽ ചോറിൻ്റെ കൂടെ ഇതൊന്ന് തയ്യാറാക്കി നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ഈ ഒരു കറി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. അടുത്തത് സവാള കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള തോരനാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി ഇതേപോലെ ഒരു സവാള തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വളരെ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അതിന് വേണ്ടി സവാള ആദ്യം നമുക്കൊന്ന് സ്ലൈസസ് ആക്കി എടുക്കാം. അതിനുശേഷം വളരെ ചെറുതായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ എടുത്ത് വെച്ച സവാള ഇതേപോലെ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടും ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഇനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടി കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതാ തോരൻ വെക്കാനുള്ള പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1-2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സവാള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ അത് നല്ലതുപോലെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സവാള തോരൻ ഇതേപോലെ ഇങ്ങനെ തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു മുട്ടയും കൂടെ ഉടച്ചൊഴിക്കാം. മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മുട്ട നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി കിട്ടണം. മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, അല്ലാതെ അതിനെ അടുപ്പിൽ നിന്ന് മാറ്റിയാൽ മതിയാകും. ഞാനിവിടെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി മുട്ട നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തോരൻ നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞ് ഈ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള സവാള തോരനും റെഡി ആയി കഴിഞ്ഞ് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.